അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ എക്സ്പൾസിനെ എനിക്ക് കുറച്ചും കൂടെ ഓഫ് റോഡ് ഫ്രണ്ട്ലി ആക്കി മാറ്റാൻ പോവുകയാണ്. നമ്മുടെ മോട്ടോ ടോർക്കിൻ്റെ ഹാൻഡിൽ ബാർ വണ്ടിയിൽ നിന്ന് അഴിച്ചു മാറ്റി നമ്മൾ OEM തന്നെ മാറുകയാണ്. അഴിച്ചു മാറ്റാനായിട്ട് കുറച്ചധികം സാധനങ്ങളുണ്ട്. അതുമല്ല ഈ ആക്സസറീസ് എല്ലാം വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയൊരു ഇൻസ്റ്റാളേഷൻ ഈ ഹാൻഡിൽ ബാറിൻ്റെ ആയിരുന്നു. അപ്പോൾ ഊരുമ്പോൾ ആ കുഴപ്പമുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ആദ്യം ലിവറുകളും അതേപോലെ ഈ മിററും ഊരി മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഓഫ് റോഡിങ്ങിൽ എനിക്ക് ഹാൻഡിൽ ബാർ കംഫർട്ടായി തോന്നിയില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡിങ്ങിൽ കൂടുതൽ സമയം എണീച്ച് നിന്നാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ എണീച്ച് നിന്ന് ഇതാക്കുമ്പോൾ നമ്മുടെ കൈ ഒരു ആംഗിളിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലാണ് നമുക്കിപ്പോൾ പെട്ടെന്നൊരു ജമ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് കംപ്രസ് ചെയ്ത് പൊക്കാനും ഒന്ന് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാനും പറ്റത്തുള്ളൂ. ഈ ഹാൻഡിൽ ബാറിൻ്റെ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അൺബോക്സ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത് ഇത്ര ഉയരുമ്പോൾ കുറച്ചും കംഫർട്ടബിളായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും, അതായിരിക്കും നല്ലതെന്ന്. പക്ഷേ കുറച്ച് ഓഫ് റോഡിങ് ഇത് വെച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര ഉയരം വരുമ്പോഴേക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കംപ്രസ് ചെയ്ത് പൊക്കാനുള്ളൊരു അവസരം കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെയാണ് തോന്നുന്നത്. അതേപോലെ എണീച്ച് നിന്ന് അഗ്രസീവായി കുറച്ച് നിന്നിട്ടുള്ളൊരു അറ്റാക്കിംഗ് പോസ്റ്റർ കിട്ടുന്നില്ല ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് വണ്ടി അങ്ങോട്ട് തിരിക്കാൻ ഇങ്ങോട്ട് തിരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ബാർ സ്റ്റീലിലുണ്ടാക്കിയ ഹാൻഡിൽ ബാറാണ്. സ്റ്റോക്ക് വരുന്ന അലുമിനിയമാണ്, വെയിറ്റ് കൂടുതലാണ് ഇതിന്. സ്റ്റോക്ക് ഹാൻഡിൽ ബാറിൻ്റെ വെയിറ്റ് അടക്കം അത് മൊത്തം ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 850 ഗ്രാമേ വരുന്നുള്ളൂ, അലുമിനിയം ആയതുകൊണ്ട്. ഇത് ഹാൻഡിൽ ബാറും ഇതെല്ലാം കൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 കിലോയ്ക്ക് അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വെയിറ്റ് വരുമ്പോൾ ഉള്ള കുഴപ്പം, അത്രയും വെയിറ്റ് നമ്മൾ തിരിക്കുമ്പോഴും നമുക്ക് അനുഭവപ്പെടും. ഇനേഷ്യ എന്ന് പറയും, അതായത് നമ്മൾ തള്ളുമ്പോഴും ആ വെയിറ്റും കൂടെയാണ് നമ്മൾ തള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഓഫ് റോഡിങ്ങിലൊക്കെ നമ്മളൊന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ നോക്കുമ്പോൾ ഇത് ഭയങ്കര വെയിറ്റ് ഉള്ള പോലത്തെ ഒരു ഫീല് ഇതിന് അനുഭവപ്പെടുന്നുണ്ട്. അത് ഞാൻ ആദ്യം എനിക്കത് മനസ്സിലായിരുന്നു. പിന്നെയാണ് എനിക്ക് ഇതെന്താ ഈ ബുദ്ധിമുട്ട് വരുന്നതെന്ന് മനസ്സിലായപ്പോൾ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ വെയിറ്റ് ഒരു വലിയ ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ അത് ഒരു വലിയ പ്രശ്നമായി എനിക്ക് തോന്നി. അപ്പോൾ പുറത്തിനും കൈക്കൊക്കെ ഭയങ്കര വേദന വരാൻ തുടങ്ങി ട്രെയിലൊക്കെ ഓടിച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതാദ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം ഇതിൻ്റെ ആണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് എക്സ്പൾസിൻ്റെ പുതിയ ബൈക്ക് അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ചാടിപ്പോവാണല്ലോ, ഇത് എങ്ങോട്ടാണ് ചാടിപ്പോയേ. ഒന്നാമതായിട്ട് 400 cc ബൈക്കാണ് പുതിയ എക്സ്പൾസ്, വലിയ എക്സ്പൾസ് വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇവരുടെ ലൈനപ്പിൽ ഒരു 400 cc എൻജിൻ ഓൾറെഡി ഉണ്ടല്ലോ, ഹാർലി ഡേവിഡ്സൻ്റെ X440 വേണ്ടി ഉണ്ടാക്കിയത്. ഞാൻ വെച്ചപ്പോൾ ആ എൻജിൻ വെച്ചായിരിക്കും വണ്ടി വരുന്നതെന്ന് വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 411 പറ്റിയൊരു അപ്ഗ്രേഡ് ആയിട്ടുള്ളൊരു ബൈക്ക്, കാരണം 411ൻ്റെ ആ ഒരു ടോർക്കി ആയിട്ടുള്ള ഫീലുള്ള അങ്ങനത്തെ ഒരു ഫീലുള്ളൊരു അഡ്വഞ്ചർ ബൈക്കായിരിക്കും വരുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ ആ ഫോട്ടോസൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് പുത്തൻ എൻജിനാണ്, ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എൻജിനാണ്. 421 cc, മറ്റേ 440 440 ഇത് 421 cc ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ളൊരു എൻജിനും വെച്ചിട്ടുള്ള വണ്ടിയാണ് വരുന്നത്. ഈ ഹാൻഡിൽ ബാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയി വന്ന 2 കാര്യം ഇത് റൗട്ട് ചെയ്യലായിരുന്നു. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ആക്സിലേറ്ററിൻ്റെ കേബിൾ രണ്ടും ഊരിയെടുത്ത് ഇത് നമ്മൾ വീണ്ടും പുറത്ത് കൂടിയാണ് റൗട്ട് ചെയ്തത്. ഇനി വീണ്ടും നമുക്ക് തിരിച്ചതിൻ്റെ ഉള്ളിലൂടെ കയറ്റണം. അതുകൊണ്ട് 2 കേബിളും ഊരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആ എൻജിൻ പുതിയ ലിക്വിഡ് കൂൾഡാണ്. അപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരെ എനിക്ക് തോന്നുന്നു നമ്മുടെ 450യുടെയും അഡ്വഞ്ചർ 390യുടെയും ക്ലാസ്സിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 40 bhp പവറുള്ളൊരു പെർഫോമൻസ് ബൈക്കായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ എക്സ്പൾസിൽ കാണാത്ത 1-2 സാധനങ്ങൾ ആ വണ്ടിയിൽ ഞാൻ കണ്ടു. അതായത് ഒന്നാമത് USD ആണ്, അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് ആ വണ്ടിയിൽ കണ്ടത്. നോർമൽ നമ്മുടെ ഇതേപോലത്തെ ഫോർക്കല്ല. പിന്നെ അതേപോലെ തന്നെ അതിൽ പലരും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല,
ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അതിൻ്റെ ഗിയർ ലിവറിൻ്റെ അവിടെ നിന്ന് ഒരു കണക്ടറൊക്കെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത് കണ്ടിട്ട് ക്വിക്ക് ഷിഫ്റ്റർ ഉള്ള മോഡലാണെന്നാണ് തോന്നുന്നത്. അത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ സൈഡിലെ സ്വിച്ച് നോബുകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺ, സെറ്റിങ്സിനുള്ള ബട്ടൺ അതിനകത്ത് കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗിയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഗിയർ ലിവർ നമ്മുടെ ഹിമാലയൻ 450ക്ക് റാലി അവരുടെ ഒരു ആക്സറി കൊടുക്കുന്നുണ്ട്, റാലി ഗിയർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഗിയർ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിയറിൻ്റെ ആ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ തള്ളി നമ്മൾ ചവിട്ടുന്ന ഭാഗം അതിങ്ങനെ ഫോൾഡ് ആവുന്നത്, അങ്ങനത്തെ ഫോൾഡബിൾ ആയിട്ടുള്ള ലിവറാണ് അതിനകത്ത് കണ്ടത്. വലിയ LCD സ്ക്രീനാണ് കണ്ടത്. അത് വരുമോ ഒറിജിനൽ ശരിക്കുള്ള വണ്ടിയിൽ അത് വരുമോ എന്നറിയില്ല, കാരണം ടെസ്റ്റ് ബൈക്കാണല്ലോ, അതിലവർ പലതും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വലിയ സ്ക്രീനാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 4 പോയിൻ്റ് എത്രയല്ലേ ഉള്ളൂ, എനിക്ക് തോന്നുന്നത് 5 ഇഞ്ചിന് മേലെയൊക്കെ ഉണ്ടാവണം ആ സ്ക്രീന്. അപ്പോൾ ചിലപ്പോൾ മാപ്പൊക്കെ ഇടാൻ പറ്റുന്ന, കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ സിസ്റ്റമൊക്കെ ഉള്ളതായിരിക്കും. ഫ്രണ്ടിൽ നമ്മുടെ എക്സ്പൾസ് ഒക്കെ 2 മഡ് ഗാർഡാണല്ലോ, മേലെയും വരുന്നുണ്ട് താഴെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ബൈക്കിൽ മേലെയുള്ള മഡ് ഗാർഡ് കണ്ടില്ല. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അതൊരു പ്യുവർ ഓഫ് റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ബൈക്കല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ആയിരിക്കും അവരങ്ങനെ ചെയ്തത്. അതായത് ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിന് ഈ 210 അല്ലെങ്കിൽ 200 ഉണ്ട്, കുറച്ചും കൂടെ ഒരു ടൂറിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്കാക്കി അതിനെ മാറ്റാനായിരിക്കും പ്ലാൻ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. കാരണം നമ്മളിപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന ഹിമാലയൻ 750 അതിൽ നോക്കിയാലും മേലത്തെ മഡ് ഗാർഡ് ഇല്ല, ഇങ്ങനത്തെ ഒരു വലിയ മഡ് ഗാർഡ് ഇല്ല, താഴെ ഒരു മഡ് ഗാർഡ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ 21ഉം 18ഉം തന്നെയാണ് ടയർ എന്നാണ് കണ്ടിട്ട് മനസ്സിലായത്. അതും ട്യൂബ് ടയർ തന്നെയാണ്, മറ്റേ ക്രോസ് പോക്കോ അല്ലെങ്കിൽ അലോയ് റിമോ ഒന്നുമല്ല, നോർമൽ ടയർ തന്നെയാണെന്ന് തോന്നുന്നത്. കുറച്ച് ബഡ്ജറ്റ് ഇതാക്കാനായിരിക്കും ചിലപ്പോൾ. ആക്സസറി ആയിട്ട് ഇനി ഇങ്ങനത്തെ ടയറുകൾ അവർ ഇറക്കുമെന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഒരു പുതിയൊരു ലുക്കാണ് അവർ കൊടുത്തിരിക്കുന്നത് അതിനകത്ത്. ഇത് ലാസ്റ്റ് ഇതാക്കിയപ്പോൾ ഇവിടെ ഒട്ടിച്ച് വെച്ചായിരുന്നു, അതുകൊണ്ട് ഓക്കെ അത് ഊരിപ്പോന്നു. ഒരു കാര്യം വിട്ടുപോയത്, ക്ലച്ച് ലിവർ നമുക്ക് ഊരിയെടുക്കണം, കാരണം അതിൻ്റെയും സ്ഥാനം നമ്മൾ വീണ്ടും റീറൗട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് വണ്ടി കുറച്ചും കൂടെ ഓഫ് റോഡ് സ്റ്റൈൽ ഒരു ബിൽഡിലേക്ക് മാറ്റിയാലോ എന്ന്. അപ്പോൾ അതിൻ്റെ പ്ലാനായിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു മെയിൻ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ വെയിറ്റ് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാണ്ട് നമ്മളെക്കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്ന വെയിറ്റൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ഹാൻഡിൽ ബാർ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് കുറച്ചും കൂടെ പോസ്ചർ കറക്റ്റാക്കാൻ വേണ്ടി എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഹാൻഡിൽ ബാർ മാറ്റുന്നത്. ഇത് എനിക്ക് ഡെയിലി യൂസിന് നോക്കുമ്പോൾ ഈ ഹാൻഡിൽ ബാർ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. കാരണം ഡെയിലി യൂസിന് എക്സ്പൾസ് ഓടിക്കുമ്പോൾ എൻ്റെ ഉയരത്തിലേക്ക് കുറച്ച് ഇങ്ങനെ താന്നിരിക്കണം. ആ പ്രശ്നം ഈ ഹാൻഡിൽ ബാർ പരിഹരിച്ചായിരുന്നു. പക്ഷേ ഓഫ് റോഡിങ് ഒന്ന് അതിൽ മെച്ചപ്പെടാൻ നോക്കിയപ്പോൾ ഈ ഹാൻഡിൽ ബാർ നേരെ തിരിച്ചാണ് എന്നോട് പെരുമാറിയത്. ആ ഒരു കംഫർട്ട്, ആ ഓൺ റോഡിൽ തരുന്ന കംഫർട്ട് ഓഫ് റോഡിൽ നമുക്കൊരു പ്ലസ് പോയിൻ്റ് അല്ല, അതെപ്പോഴും നെഗറ്റീവാണ്. കാരണം ഈ കല്ലും മണ്ണിലൂടെയൊക്കെ പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ഈ ഇങ്ങനത്തെ ഹാൻഡിൽ ബാറൊക്കെ വെച്ച് നല്ല അടിപൊളി ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എക്സ്പീരിയൻസ് മാറ്റേഴ്സ്, അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അത് വലിയൊരു ഘടകമാണ്. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് കുറച്ചും കൂടി ഒരു ധൈര്യവും കോൺഫിഡൻസ് ആണ്. ഈ ഹാൻഡിൽ ബാർ വെക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തു നമ്മൾ ട്രെയിനിൽ ഓടിക്കുമ്പോൾ. അപ്പോൾ അതുണ്ടാക്കാനും കൂടെ വേണ്ടിയാണ് പഴയതിലേക്ക് തന്നെ നമ്മൾ മാറുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇത് എക്സ്പൾസ് ഇത് 170 കിലോയാണ് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഉള്ള വെയിറ്റ് വണ്ടിയുടെ. ഒരു 150 കിലോ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ വണ്ടിയുടെ വെയിറ്റ് എല്ലാം കുറച്ച് അത് കുറേ കാലത്തിനുള്ളിലാണ് കേട്ടോ. അതായത് മൊത്തം കുറേ അപ്ഗ്രേഡൊക്കെ ചെയ്ത് ഇതൊക്കെ ആക്കിയിട്ട് ഒരു 150 കിലോയ്ക്കുള്ളിലേക്ക് ഈ വണ്ടി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ശ്രമം. ഓക്കെ, 4 ബോൾട്ടും വന്നു, സാധനവും കൂടി പോന്നിട്ടുണ്ട്.
ഇതും കൂടെ ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റിൽ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്, കാരണം ഇത് സ്റ്റീലാണ്, ഇത് അലുമിനിയത്തിൻ്റെയാണ്, അതുകൊണ്ട് വെയിറ്റ് ഇല്ല ഇതിന്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. എൻ്റെ മനസ്സ് പറയുന്നു ഇത് മാറിക്കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം മാറും. അതായത് ഹാൻഡിലിൽ ഓഫ് റോഡിങ് ഓടിക്കുമ്പോൾ വരുന്ന വെയിറ്റും തിരിക്കുമ്പോൾ വരുന്ന വെയിറ്റും അതേപോലെ നമുക്ക് ആ പോസ്ചറും കറക്റ്റ് ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എനിക്ക് ആദ്യം ഈ ഹാൻഡിൽ ബാർ മാറ്റുന്നതിന് മുമ്പ് വരെ എനിക്ക് ഓഫ് റോഡിങ്ങിൽ എനിക്ക് ഇത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. വണ്ടി എടുത്ത് പൊക്കി ചാടിക്കാനും ഒക്കെ ആയിട്ട് എനിക്കിതായിരുന്നു കുറച്ചും കംഫർട്ടബിൾ. ആ ഒരു ഇതുകൊണ്ട് ചാടിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഇതിനെക്കാട്ടിലും കുറേ എഫേർട്ട് ഇടണം ഇത് ആ ഒരു ഫീലായ എഫക്റ്റ് വരണമെങ്കിൽ. നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് നമ്മുടെ OEM ഇതിലേക്ക് തന്നെ മാറാം. ഇപ്പോൾ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറിൻ്റെ പോസ്ചറാണ്. അതായത് ഒരു പോസ്ചർ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഇത് ഓഫ് റോഡിങ് ഓടുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ഈ നടുവിലത്തെ നട്ട് ലൂസ് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മിക്കവാറും സമയം അത് അലൈനായിട്ട് തന്നെ കമ്പനിയിൽ നിന്ന് വരിക. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ്റെ അതേ ഷേപ്പിൽ ആ ഒരു ആംഗിളിൽ തന്നെ ഇത് വെക്കുന്ന, അതാണ് ബേസിക് ആയിട്ടുള്ള തുടക്കം. അങ്ങനെ വെക്കുക. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതായിട്ട് പറഞ്ഞാൽ കുറച്ച് ബാക്കോട്ടേക്ക് വലിക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടി ഹാർഡ് കോർ ചെയ്യണമെങ്കിൽ ആൾക്കാർ പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ടേക്ക് എന്നാണ്. ഞാനിപ്പോൾ എന്തായാലും ഈ സസ്പെൻഷനോട് പാരലൽ അതിൻ്റെ അതേ ആംഗിളിലേക്ക് വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് നോക്കാം, നമുക്ക് കുറേ ഓടിച്ചതാകുമ്പോൾ വ്യത്യാസം കുറച്ച് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗിളുകൾ മാറ്റുമ്പോൾ അറിയാം എന്തോരം വ്യത്യാസം വരുന്നു. ഞാൻ മോട്ടോ ടോർക്കിൻ്റെ ആദ്യം വെച്ച സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടേക്കായിട്ടായിരുന്നു വെച്ചിരുന്നത്, എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നേരെ ഇരുന്ന് പോകാൻ വേണ്ടി. പക്ഷേ ഓഫ് റോഡിങ് ഓടിച്ചപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ഇതാക്കിയിട്ട് കുറച്ചും കൂടെ എൻ്റെ സൈഡിലേക്കാക്കി. അപ്പോൾ കുറച്ച് വ്യത്യാസം വരുത്തിയായിരുന്നു. പക്ഷേ എന്നാലും ആ വെയിറ്റിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ട്. വണ്ടി ഒന്ന് സ്ലോ സ്പീഡിലൊന്ന് തിരിക്കുമ്പോൾ ഈ ഹാൻഡിൽ ബാർ തിരിക്കാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് മാറുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സസ്പെൻഷനോട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനാണ് എൻ്റെ പ്ലാൻ. അതിന് മുമ്പ് നമുക്ക് ഇതാണ്ട് ഈ സാധനങ്ങൾ ഉള്ളിലൂടെ കയറ്റണം. ഈ 3 വയറുകൾ പഴയ പോലെ. ആക്സിലേറ്ററിൻ്റെ വയർ ഊരേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ ചെറിയ ഇതെടുക്കണം, കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക, ഇതിൻ്റെ ഈ മൊഡ്യൂളിൻ്റെ അകത്താണ്, ദൈവമേ മഴ വരുന്നുണ്ടല്ലോ പണിയാവോ, മൊഡ്യൂളിൻ്റെ അകത്താണ് ഈ ആക്സിലേറ്ററിൻ്റെ കേബിളുകൾ ഇരിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഊരിയെടുത്താലേ നമുക്കിത് ആക്സസ് കിട്ടത്തുള്ളൂ ഇതിലേക്കുള്ള. ഒരെണ്ണം നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഇതാണ്ടേ ഇത് ഇങ്ങോട്ട് ഇതാക്കി ഒരെണ്ണം പോരും സിമ്പിളായിട്ട്. പക്ഷേ ഈ രണ്ടാമത്തെ പീസ് ഇത് തുറക്കാണ്ട് ഇത് പറ്റില്ല, കാരണം ഇത് ഇതിൻ്റെ അകത്ത് ജാമായിട്ടായിരിക്കുന്നത്. നോക്കട്ടെ തുറന്നാൽ വരുമോയെന്ന്. ഇല്ല, വരത്തില്ല, ഇത് ഊരണം. ഓക്കെ, സാധനം പോന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു പീസുള്ള വയറാണ് ഫ്രണ്ടിൽ വരേണ്ടത്, ഫ്രണ്ടിലത്തെ പീസിൽ കയറേണ്ടത്. അതിൻ്റെ ബാക്കിലാണ് മറ്റേത് വരുന്നത്. ഭയങ്കര ടൈറ്റ് സ്പേസാണ്. നമുക്കൊരു കാര്യം ഓരോന്ന് വെച്ച് കയറ്റാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഒരെണ്ണം പോന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടും ഇതിനൊരു പേര് പറയും. ഈ സാധനം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈ 10-20 രൂപ ആവത്തുള്ളൂ. ക്ലച്ചിൻ്റെ അകത്ത് കയറുന്ന പൊടിയെല്ലാം ഒറ്റയടിക്ക് അങ്ങ് നിൽക്കും. ക്ലച്ചിൻ്റെ കേബിളിൻ്റെ തല പൊട്ടിപ്പോകുന്ന പ്രശ്നവും അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഓക്കെ, സെറ്റ്. അതും പോന്നിട്ടുണ്ട്. കാറ്റും മഴയെല്ലാം വരുന്നുണ്ട്, പണിയാവാണ്ടിരുന്നാൽ മതി. പിന്നെ ആ 250 പോട്ടെ, 421 കാര്യം പറഞ്ഞപ്പോഴാണ് അത് എനിക്ക് തോന്നുന്നത് അത് ഒരു ടൂറിംഗ് ബൈക്ക് തന്നെയായിരിക്കും. അത് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുമായിരിക്കണം, പക്ഷേ അത് കുറച്ചും കൂടി ടൂറിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ബൈക്ക്. കാരണം അവർക്ക് ഓഫ് റോഡിങ്ങിൽ ഇനി തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ല ഹീറോക്കാർ. കാരണം നല്ല ബൈക്കുകൾ അവർ ഓഫ് റോഡിങ്ങിൽ വിൽക്കുന്നുണ്ട് ഇതായിട്ടുള്ള. പിന്നെ
പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാത്തിനും ഒരു ഡക്കാർ അല്ലെങ്കിൽ റാലി വേർഷൻ എന്ന് പറയുന്ന പോലെ ആ ബൈക്കിന് ഒരു റാലി വേർഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ എക്സ്പൾസിന് ഇപ്പോഴും വേണ്ട ഒന്ന് രണ്ട് ഒരു ഇതെന്താ പറയുക, കുറച്ചും കൂടി ടൂറിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബൈക്ക് അവർക്ക് ഇറക്കാൻ പറ്റുവാണെങ്കിൽ അതവർക്ക് ഭയങ്കര വലിയൊരു വിജയമായിരിക്കും. ഒരു ഞാൻ ആലോചിക്കുക 40 bhp ഒക്കെ പവറുള്ള ഒരു ബൈക്ക് അവർക്കൊരു 2.5 ലക്ഷം രൂപയ്ക്കൊക്കെ ഇറക്കാൻ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര ഒരു മാർക്കറ്റ് അവരിതാക്കും. പക്ഷേ അപ്പോഴും വരുന്ന വേറെ പ്രശ്നം കംപ്ലൈൻറ്റ്. ചൂട്ടനെ ഇറക്കിയിട്ട് ഫുള്ളും എല്ലാവർക്കും പരാതിയാണ്. കുഴപ്പമില്ല, ഇതിൻ്റെ ഇടയിലൂടെ കയറ്റി ഇതിനിങ്ങനെ ഒരു എഡ്ജ് ഉണ്ട്, ഒരു തള്ളി നിൽക്കുന്ന ആ ഭാഗം പുറത്തോട്ടേക്കായിട്ട് വേണം വെക്കാൻ. ചില സമയത്ത് ചോദിക്കും എക്സ്പൾസിൽ സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഹിമാലയനുള്ള പോലെ. തൽക്കാലം നമുക്ക് ഇത് കുറച്ച് ഇതായിട്ട് ടൈറ്റ് ചെയ്തങ്ങ് വെക്കാം. എന്നിട്ട് അവസാനം നമുക്കിത് കൃത്യമായിട്ട് എന്താണോ ആംഗിൾ സെറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാം. തൽക്കാലം ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററും പിന്നെ ഈ ഒരു ലിക്വിഡ് കൂൾഡ് എൻജിനും ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബൈക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ബൈക്കാണ്. ഇതിൽ വലിയ ഇലക്ട്രോണിക്സോ കാര്യങ്ങളൊന്നും കുത്തിയറച്ചിട്ടില്ല. നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ കംഫർട്ടബിൾ തന്നെയാണ് ഈ വണ്ടി. ഒരു നിമിഷം കൺഫ്യൂഷനായി പോയല്ലോ. ഇന്ന് ഭയങ്കര സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പം എനിക്ക് പേടിയായി തുടങ്ങി. വലിയ കാര്യമായ എന്തെങ്കിലും പ്രശ്നം വരാൻ വേണ്ടിയാണ് ഇത്ര സ്മൂത്തായതെന്ന്. ഞാൻ അടുത്ത് ചിന്തിക്കുന്നത് ഈ വെയിറ്റ് കുറയ്ക്കുന്നതിന് സൈഡ് ഫുഡ് സ്റ്റെപ്പ് പില്ലിയൻ്റെ ഇത് മാറ്റിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അതല്ലാതെ പോകുന്നേ ഇല്ലല്ലോ. ഞാനിവിടെ ഒരു സ്റ്റക്ക് പൊസിഷനിലായിപ്പോയി. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ ഇത് നമുക്ക് മൊത്തം കയറ്റാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രശ്നക്കാരനെ ഞാൻ കണ്ടെത്തി. ഇവിടെ ഞാനൊരു ഉള്ളിലൊരു ഒരു ചെറിയൊരു ഒരു വെയിറ്റ് വെച്ചിട്ട്, വെയിറ്റ് അല്ല, ഒരു ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിന് ഗ്യാപ്പ് ഇതാക്കാൻ വേണ്ടി. ആ ഒരു പീസ് ഇവിടെ വരേണ്ടതല്ല, അത് ഇതിൻ്റെ അകത്ത് വരേണ്ടതാണ്. അതാണ് ഗ്യാപ്പ്. അപ്പോൾ ഇതാ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ അകത്ത് മാറ്റിയിട്ട് മൺസൂണൊക്കെ ആയിട്ട് ആരിലൊക്കെ റൈഡ് പോകുന്നുണ്ടോ? ഓഫ് റോഡ് റൈഡ്. കഴിഞ്ഞ വട്ടം ഇതേ സമയത്തായിരുന്നു ഞങ്ങൾ, അന്ന് എക്സ്പൾസ് ഇല്ല കയ്യിൽ, ഹിമാലയനും എടുത്തിട്ട് കാസർഗോഡേക്ക് റൈഡ് പോയത്. ആദ്യമായിട്ട് കാസർഗോഡ് കാണാൻ പോയത്. ഒരു നല്ല അനുഭവമായിരുന്നു. പെരുമഴ എന്ന് പറഞ്ഞാൽ, പക്ഷേ ആ ഒരു മഴയത്ത് പോയ യാത്ര കാരണമാണ് ഈ എക്സ്പൾസ് എടുക്കാനൊരു മൈൻഡായത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇതെടുക്കുക. കാരണം അന്ന് ഞങ്ങൾ അത്ര പെട്ടുപോയി ആ മഴയത്ത്. 2 പേരൊരു ബൈക്കിൽ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കേ, ഇത് കറക്റ്റാട്ടോ, പ്രശ്നം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. പകുതിയോളം എൻ്റെ ആദ്യം ഫ്രീ പ്ലേ ആയിരുന്നു. ഇപ്പം ഞാൻ ഈ 2 ഫിംഗർ മെത്തേഡ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ പകുതിയോളം ഫ്രീ പ്ലേ വരുമ്പോൾ മൊത്തം വലിച്ചാലോ ക്ലച്ച് എൻഗേജ് ആകത്തുള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര കംഫർട്ട് ഇല്ലാത്തല്ലേ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടെ മേലോട്ടേക്ക് ഒരു ചെറിയ ഫ്രീ പ്ലേ വെച്ചിട്ട് ഒരു പകുതി വലിക്കുമ്പോൾ തന്നെ ക്ലച്ച് മൊത്തം എൻഗേജ് ആവുന്ന രീതിയിലേക്ക് മാറ്റിയാലോ എന്നാണ് വിചാരിക്കുന്നത്. മതിയാവും. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഞാൻ കണ്ടെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഞെങ്ങുന്നില്ല. അപ്പോൾ അതൊന്നും കൂടെ ഊരി ടൈറ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും. നമുക്ക് നോക്കാം. പ്രൈം ആവുന്നുണ്ട്, ഹൈ ബീം അടിക്കുന്നുണ്ട്. സ്വിച്ചുകളെല്ലാം അതെല്ലാം വർക്കാവുന്നുണ്ട്. ഹസാർഡ് ഞെക്കി പിടിച്ചാൽ മാത്രമേ ഞെങ്ങുന്നുള്ളൂ, ഇല്ലെങ്കിൽ ആവുന്നില്ല.
ഇപ്പം ആദ്യം ഞാൻ വണ്ടിയിൽ ക്ലച്ച് വിടുമ്പോൾ തന്നെ, അതായത് അവസാനത്തിന് വിടുമ്പോൾ തന്നെ വണ്ടി പോകുമായിരുന്നു. ഇപ്പോൾ ഒരു പകുതിയിൽ നിന്നേ പോകുന്നുള്ളൂ. അപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വിരലിൽ തട്ടുന്നില്ല. 2 വിരൽ ഹാൻഡിൽ ബാറിലിരിക്കുക, 2 വിരലും കൊണ്ടാണ് എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിക്കുമ്പോൾ വിരലിൽ തട്ടുന്നില്ല. അതിന് മുമ്പേ ക്ലച്ച് മൊത്തം ഇതാവുന്നുണ്ട്, ഡിസെൻഗേജ് ആവുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, മൊത്തം ഇതാവുന്നുണ്ട്. അപ്പോൾ അതെന്താ നല്ലൊരു കാര്യം. എന്തായാലും ഓടിച്ച് നോക്കണം. അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് മനസ്സിലായ കാര്യം, ഹാൻഡിൽ ബാർ കുറച്ച് എൻ്റെ നേരേക്കാണ്, കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് തള്ളണം. കുറച്ചൊന്നും, അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എണീച്ച് നിൽക്കുമ്പോൾ, ഇപ്പോൾ സെൻറ്റർ സ്റ്റാൻഡില്ല, അതുകൊണ്ട് എണീച്ച് നിൽക്കുമ്പോൾ കൈ കുറച്ചൊരു സ്ട്രെയിറ്റ് ഇങ്ങനെ വരുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഫോർക്കിൻ്റെ ആംഗിൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ചും കൂടി ഇങ്ങോട്ടായിട്ട്, അത് കുറച്ചും കൂടെ ഫോർക്കിന് നേരെയായിട്ട് ലെവലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇതെന്തോ ഇത് കൂടെ ആടിക്കളിക്കും. ബ്രേക്ക് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കേണ്ടി വരും. ക്ലച്ചിൻ്റെ കാര്യം സെറ്റായിട്ടുണ്ട്. ക്ലച്ചിൻ്റെ വയറൊന്ന് ഉള്ളിൽ കൂടെ ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അറിയാം എന്തോരം വ്യത്യാസം ഉണ്ടെന്നുള്ളത്. എൻ്റെ കൂട്ടുകാരെ, ഇതൊരു ഭയങ്കര വ്യത്യാസം തന്നെയാണ് കേട്ടോ. ഇത്രയൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതായത് വണ്ടി ഭയങ്കര ഷാർപ്പായി. അടിപൊളി അടിപൊളി. അതായത് വണ്ടി എനിക്ക് കുറച്ചും കൂടെ എൻ്റെ കയ്യിൽ കൺട്രോൾ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിലേക്കായി. ആ ഒരു പോസ്റ്റർ കാരണേ ചാടിക്കാനിപ്പോൾ ഭയങ്കര സുഖമായി. പിന്നെ ഈ ഞാൻ ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ക്ലച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു എന്ന്. ഇപ്പം അതുകൊണ്ട് ക്ലച്ചിന് എനിക്കെന്താ പറയുക, അല്ലെങ്കിൽ എനിക്ക് മൊത്തം ഇങ്ങനെ വലിക്കണം ഫുള്ള് ഗിയർ ഇട്ടിട്ട്. ഇപ്പം ആ പ്രശ്നമില്ല. ഇപ്പോൾ 2 ഫിംഗർ ക്ലച്ചിൻ്റെ നമുക്ക് ഇതാക്കാൻ പറ്റും. കണ്ടില്ലേ, ഇവിടുന്ന് എങ്ങോട്ടേക്കാണാവോ? ഓക്കെ, ഇത് ഇവിടെ വന്നാൽ കയറി അല്ലേ. നമുക്ക് വലത്ത് പിടിച്ച് പോവാം. വരല്ലേ, ഈ വണ്ടി എൻ്റെ കൺട്രോളാണ് ഫുള്ളും. അതുമല്ല, ഇതിൻ്റെ ഇത് തിരിക്കുമ്പോൾ സ്ലോ സ്പീഡിൽ ഈ ഹാൻഡിൽ തിരിക്കുമ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. ഇപ്പോൾ ആ ഒരു പ്രശ്നവും മാറി. ഇപ്പം എനിക്ക് ഭയങ്കര നല്ലൊരു പോസ്റ്ററിൽ വണ്ടി എണീച്ചെന്ന് ഓടിക്കുമ്പോഴേ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇനി ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അതായത് ഇപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഗിയർ ലിവർ എൻ്റെ കാലിന് ഭയങ്കര ദൂരേക്കാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഹിമാലയൻ ഓടിച്ചപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത്, അനുഭവപ്പെട്ടത്. അതായത് ഇതിൻ്റെ ലിവർ ഭയങ്കര ഫ്രണ്ടിലോട്ട്. അപ്പോൾ സെറ്റ്. അപ്പോൾ ഇത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊക്കെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഇതാകുമ്പോൾ എനിക്ക്
കുറച്ച് ഒരു മെനക്കേടുണ്ട്, എൻ്റെ കാല് നീട്ടി വെച്ചിടേ. അപ്പോൾ അത്രയും ടൈം വേസ്റ്റ് ആവുകയാണ്. ആ ഒരു ഇത് മാറ്റണം, ആ ഒരു പ്രശ്നം പരിഹരിക്കണം. ഞാൻ വിചാരിക്കുന്നേ നമ്മുടെ 450യുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റാലി ഫുഡ് പേക്ക് ഉണ്ടല്ലോ, എൻ്റെ ഇതെന്തൊരു ഇപ്പം ഷാർപ്പായിന്നറിയോ വണ്ടി. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തിരിക്കുമ്പോഴേ വണ്ടി ഭയങ്കര ഷാർപ്പായി. കൊള്ളാം. അപ്പോൾ എനിക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഭയങ്കര ഇതായി, നല്ല വ്യത്യാസമുണ്ട്. അതായത് ഓഫ് റോഡിങ്ങിൻ്റെ ഇത് വരുമ്പോഴേക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, എന്തിൻ്റെയാണ് ഈ മോട്ടോ ടോർക്കിന് ഹാൻഡിൽ ബാർ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓഫ് റോഡിങ് നല്ലോണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നില്ല അത് അത്ര കംഫർട്ടബിൾ ആയിരിക്കും, അത് അതിന് പറ്റിയാണ്. പക്ഷേ ടൂറിങ്ങിന് അത് ഭയങ്കര നല്ല, കാരണം ഭയങ്കര കംഫർട്ടബിളായി കുറച്ചും കൂടെ ഉയർന്നൊരു പോസ്റ്ററിൽ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓഫ് റോഡിങ് ആണെങ്കിൽ ഈ ഹാൻഡിൽ ബാറിൽ, കമ്പനി തരുന്ന ഹാൻഡിൽ ബാറിൽ പഠിച്ചു തുടങ്ങിക്കോ, ഇത് ഒരു രക്ഷയില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എക്സ്പൾസിനെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇതാക്കി മാറ്റുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.